ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ് എന്നും എത്ര തരത്തിലുള്ളതായ ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നും ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും എത്ര തരത്തിലുണ്ട് എന്നും ഓരോ തരത്തിലുള്ളതായ അക്കൗണ്ടിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായ റൂൾസ് എന്താണെന്നും മറ്റും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ വളരെ രസകരമായ ആ പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ രേഖപ്പെടുത്തണം. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അഥവാ ഒരു ബിസിനസ് നടക്കുന്നതായ ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്തണം. ആദ്യമായി അത് രേഖപ്പെടുത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കിന് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് രേഖപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ബുക്സിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്. They are, first one, journal. Second one, ledger. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ രണ്ട് തരത്തിലുള്ളതായ ബുക്കുകളിൽ രേഖപ്പെടുത്തും. ആ ബുക്കുകളുടെ പേരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അത് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് ജേണല്, ഒന്ന് ലെഡ്ജർ. ഇനിയും രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതാണ്. എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്? എവരി ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് two aspects. One is the receiving aspect, another is the giving aspect. In other words, one is the debit aspect and another is the credit aspect. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ പരിശോധിച്ചാലും ആ ട്രാൻസാക്ഷനിലെ ഇടപാടില് രണ്ട് ആസ്പെക്ട്സ് കാണും. ആ രണ്ട് ആസ്പെക്ട്സിനെ നമുക്ക് റിസീവിംഗ് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്സ് എന്നോ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് എന്നോ വിളിക്കാം. ഇൻ അതർ വേർഡ്സ്, ഈച്ച് ട്രാൻസാക്ഷൻ അഫക്ട്സ് ടു അക്കൗണ്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് അക്കൗണ്ട്സിനെ ബാധിക്കും. ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് എതിർ ദിശകളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിന്റെ ഇടത് സൈഡിലും മറ്റേ അക്കൗണ്ടിന്റെ വലത് സൈഡിലുമായി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഈച്ച് ട്രാൻസാക്ഷൻ അഫക്ട്സ് ടു അക്കൗണ്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മീൻസ് വൺ ഇൻ ദ ഡെബിറ്റ് സൈഡ്, another in the credit side. ഇങ്ങനെ ആ രണ്ട് ആസ്പെക്ട്സ് ഏതെല്ലാമാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിംപ്ലി മീൻസ് റെക്കഗ്നൈസിംഗ് ആൻഡ് റെക്കോർഡിംഗ് the two aspects of each and every transaction simultaneously. That is double entry bookkeeping. ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് അഫക്റ്റഡ് അക്കൗണ്ട്സ്, അഫക്റ്റഡ് ആസ്പെക്ട്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ്, റിസീവിംഗ് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്സ് ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തി അവയെ രേഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സംവിധാനത്തെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് 1494 ആണ്. 1494 by an Italian merchant called Luca Pacioli. അതായത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആദ്യമായിട്ട് വിവരിച്ചു തന്നത്
ഡിസ്ക്രൈബ് ചെയ്തത് ഒരു ഇറ്റാലിയൻ മെർച്ചന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ലൂക്കോ പാസിയോളി. അതേത് വർഷമാണ്? 1494. അപ്പോൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ട്. ആ 2 ആസ്പെക്ട്സ് ഏതെല്ലാമാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ, അതെപ്പോഴാ 2 ആസ്പെക്ട്സും ഒരേ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരു 5 ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിയാൽ അവിടെ ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റുമുണ്ട്, ഒരു ക്രെഡിറ്റുമുണ്ട്. തുല്യ തുകയ്ക്ക് ഒരു ഡെബിറ്റുമുണ്ട്, ഒരു ക്രെഡിറ്റുമുണ്ട്. അപ്പൊ 5 ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയിട്ട് ഡെബിറ്റ് എല്ലാം കൂടെ കൂട്ടിയാൽ ക്രെഡിറ്റ് എല്ലാം കൂടി കൂട്ടുന്നത് തുല്യമായിരിക്കും. കാരണം എന്താ? ഓരോ ട്രാൻസാക്ഷനും തുല്യ തുകയ്ക്ക് ഡെബിറ്റുമുണ്ട്, ക്രെഡിറ്റുമുണ്ട്. അപ്പൊ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ എല്ലാം കൂടെ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ഡെബിറ്റ് എല്ലാം കൂടി കൂട്ടിയാൽ അത് ഏതിന് തുല്യമായിരിക്കും? ക്രെഡിറ്റ് എല്ലാം കൂടി കൂട്ടുന്നതിന് തുല്യം. അപ്പൊ ഈ സിസ്റ്റത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ മറ്റൊരു പദം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു സെറ്റ് ബുക്സിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ആ ആർട്ടിനെ, ആ സയൻസിനെ ആണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഉണ്ട്, സിസ്റ്റമാറ്റിക് വേയിലാണ് ഇത് ചെയ്യുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് നമ്മുടെ അറിവ് വച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്തുന്ന ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് ബുക്ക് കീപ്പർ. ഇതാണ് ബുക്ക് കീപ്പർ. ബുക്ക് കീപ്പിംഗ് എന്താണ്? ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. അത് രേഖപ്പെടുന്ന ആളിന് എന്ത് പേര് പറയും? ബുക്ക് കീപ്പർ. ഇന്ന് നമ്മൾ ചെറുതായിട്ട് കണ്ടത് ഒന്ന്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണ് എന്ന് കണ്ടു. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. 2, ഏതെല്ലാം തരത്തിലുള്ളതായ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായെന്ന് കണ്ടു. ജേണൽ, ലെറ്റർ, ടൈപ്സ്. പിന്നെ നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് കണ്ടു. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. പിന്നീട് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണ് എന്ന് കണ്ടു. പിന്നീട് ബുക്ക് കീപ്പർ ആരാണ് എന്ന് കണ്ടു. ഇനി നമ്മൾ നടപടിയിലേക്ക് പോവുകയാണ്. ഒരു ട്രാൻസാക്ഷൻ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെ രേഖപ്പെടുത്തും? രേഖപ്പെടുത്തലിന് ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ആ 2 ആസ്പെക്ട്സ് ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന 2 ആസ്പെക്ട്സ് ഏതെല്ലാമാണെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുക. ആ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് ദ 2 അഫക്റ്റഡ് ആസ്പെക്ട്സ് ഓർ അക്കൗണ്ട്സ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫിക്കേഷൻ ഓഫ് 2 അഫക്റ്റഡ് അക്കൗണ്ട്സ്. ഓരോ ട്രാൻസാക്ഷനിലും 2 അഫക്റ്റഡ് അക്കൗണ്ട്സ് ഉണ്ട്. ആ അഫക്റ്റഡ് അക്കൗണ്ട്സ് ഏതെല്ലാം ആണ് എന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ ജോലി. അതിന് നമ്മൾ പരിശോധിക്കേണ്ടത് ട്രാൻസാക്ഷൻ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അതോ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ. വിത്ത് എ വ്യൂ ടു ഐഡന്റിഫൈ the 2 affected accounts of a transaction, we have to decide whether that particular transaction is a cash transaction or a credit transaction. ആദ്യമായി നോക്കേണ്ടത് ഒന്ന്
ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അഥവാ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ? ക്യാഷ് ട്രാൻസാക്ഷൻ എന്താണ് എന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്താണ് എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. ഇവിടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് എപ്പോഴും ക്യാഷ് ആയിരിക്കും. എവിടെയാ? നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, അഥവാ രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്, അഫക്റ്റഡ് അക്കൗണ്ട്സ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ നോക്കേണ്ടത്, പരിശോധിക്കേണ്ടത് ആ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ. ആദ്യമായി നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റി ചിന്തിക്കാം. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ അതിന്റെ ഒരു അക്കൗണ്ട്, അഫക്റ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ക്യാഷ്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത്, ആസ്പെക്ട് എന്ന് പറയുന്നത്, the purpose for which or the item for which cash is paid or received. എന്ത് ഐറ്റത്തിനാണ് നമ്മൾ രൂപ കൊടുത്തത് അഥവാ എന്ത് ഐറ്റത്തിന്മേലാണ് നമുക്ക് രൂപ കിട്ടിയത്. ഐറ്റം ഫോർ വിച്ച് cash is paid or received. ഏതെങ്കിലും ട്രാൻസാക്ഷൻ അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. എന്ത് ഐറ്റത്തിനാണ് രൂപ കൊടുത്തത് എന്നോ എന്ത് ഐറ്റത്തിനാണ് രൂപ കിട്ടിയത് എന്നോ ട്രാൻസാക്ഷനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കേണ്ടത് the person from whom we received cash or the person to whom we paid cash. The person from whom we received cash or paid cash. അപ്പോൾ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് അഫക്റ്റഡ് എലമെന്റ്സ് ഓർ അക്കൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് we have to consider whether that is a cash transaction or a credit transaction. In case of cash transaction, one of the two affected accounts will always be cash. The other aspect, first priority goes to. രണ്ടാമത്തെ ആസ്പെക്ട് കണ്ടുപിടിക്കുന്നതിന് ആദ്യമായി നോക്കേണ്ടത് ഐറ്റം ഫോർ വിച്ച് ക്യാഷ് ഈസ് പെയ്ഡ് ഓർ റിസീവ്ഡ്. എന്തിനാണ് ക്യാഷ് കൊടുത്തത്, എന്തിനാണ് ക്യാഷ് കിട്ടിയത്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ആർക്കാണ് ക്യാഷ് കൊടുത്തത് അഥവാ ആരിൽ നിന്നാണ് ക്യാഷ് കിട്ടിയത്. Then take the second case, that is credit transaction. The credit transaction. ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ഒരു അഫക്റ്റഡ് അക്കൗണ്ട് എപ്പോഴും ആ വ്യക്തിയോ സ്ഥാപനമോ ആയിരിക്കും, പേഴ്സൺ ആയിരിക്കും. അപ്പൊ ട്രാൻസാക്ഷനിൽ ഒരു പേര് പറഞ്ഞിരിക്കും. അങ്ങനെയെങ്കിൽ ആ വ്യക്തി അഥവാ ആ സ്ഥാപനം ആയിരിക്കും ഒരു അഫക്റ്റഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഒന്നായി എന്ന് പറയുന്നത് നെയിം ഓഫ് ദ പേഴ്സൺ അഥവാ പേഴ്സൺ ആയിരിക്കും ഒരു ആസ്പെക്ട്. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലും വരും, ഓർഗനൈസേഷനും വരും. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ഒരു അക്കൗണ്ട് നെയിം ഓഫ് ദ പേഴ്സൺ അഥവാ ആ പേഴ്സൺ ആയിരിക്കും. രണ്ടാമത്തെ അഫക്റ്റഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് തിങ്സ് ഗിവൺ ഓർ റിസീവ്ഡ്. എന്താണോ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുത്തത് അതായിരിക്കും രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് അക്കൗണ്ട്സ്, രണ്ട് അഫക്റ്റഡ് ആസ്പെക്ട്സ് കണ്ടുപിടിക്കുന്നതിന്
ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ ക്യാഷ് ആയിരിക്കും എപ്പോഴും ഒരു അഫക്റ്റഡ് അക്കൗണ്ട്. രണ്ടാമത്തെ അഫക്റ്റഡ് അക്കൗണ്ട് കാണാൻ ആ ട്രാൻസാക്ഷൻ നോക്കണം. എന്തിനാ ഇത് കൊടുത്തത്, എന്തിനാ ഇത് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും രണ്ടാമത്തെ അഫക്റ്റഡ് അക്കൗണ്ട്. അത് പറഞ്ഞിട്ടില്ല എങ്കിൽ ആർക്കാണ് കൊടുത്തത്, ആരിൽ നിന്നാണ് കിട്ടിയത്. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ സംബന്ധിച്ച് ആ പേഴ്സൺ ആയിരിക്കും എപ്പോഴും ഒരു അഫക്റ്റഡ് അക്കൗണ്ട്. രണ്ടാമത്തെ അഫക്റ്റഡ് അക്കൗണ്ട് ഒന്നുകിൽ തിങ്സ് കിട്ടിയത് അല്ലെങ്കിൽ തിങ്സ്